അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു ഡേ ലൈഫ് അല്ല. മീൻസ് ഞാനിപ്പോൾ ഷോപ്പിൽ ഇറങ്ങിയ ടൈമാണ്. ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ടൈമാണ്. ഇപ്പം സമയം 10 മണിയായി കേട്ടോ. ഞാൻ റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി. രാവിലെ 10 മണിയാണ്. അപ്പോൾ ഷോപ്പിൽ പോണതിൻ്റെ മുമ്പായിട്ട് തന്നെ ഞാൻ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് നിങ്ങളായിട്ട് കുറച്ച് ഷെയർ ചെയ്യാം. ചെറിയൊരു വ്ളോഗ്. നല്ല ചൂടാണ് പുറത്ത്. 10 മണിയായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പം നോർമലാണ്. ചൂട് ടൈമിൽ ഇത് സാധാരണയാണ്. ഇന്ന് ഇന്നലെ പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2, 2.5 മാസം നാട്ടിൽ നിന്നില്ലേ. അതിൻ്റെ ഒരു മാറ്റം ഇവിടെ. കാരണം അത്രയും കാലം അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് ഈ ചൂടിൽ വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെയാണ്. ഈ സമയവും കടന്നു പോവും. നമുക്ക് ജീവിച്ച് പോണ്ടേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഷോപ്പിൻ്റെ മുമ്പിലൂടെ കേട്ടോ പോകുന്നത്. നമ്മുടെ കടേൻ്റെ അവിടെ എത്തി. ഇപ്പോൾ അവിടെ കയറുന്നൊന്നുമില്ല. ഞാൻ നേരെ സാധനം വാങ്ങാൻ വേണ്ടി പോയി. ഇതാണ് നമ്മളെ കട, ടീ ടൈം കഫ്തീരിയ. ഈ പർച്ചേസിങ് ഡെയിലി ഉള്ളത് തന്നെ കേട്ടോ. ഇന്ന് മാത്രമൊന്നുമല്ല, ഡെയിലി ഉള്ളതാണ്. ഷോപ്പിൽ വരുന്നതിന് മുമ്പ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഷോപ്പിലോട്ട് വരിക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ വരുന്നത് ബിസ്മി ഹോൾസെയിൽ മാർക്കറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് നമ്മൾ സാധനം ഓൾറെഡി വിളിച്ച് പറയാറാണ് പതിവ്. അവർ ഒരു വണ്ടി ഡെലിവറി ചെയ്യാറാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് മയോണൈസ്, കെച്ചപ്പ്, കുറച്ച് ഡ്യൂ എടുത്തു. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾ അതൊക്കെ എടുത്ത് അങ്ങനെ കൗണ്ടറിലെത്തി. ഇതാണ് നമ്മുടെ ഷബാബ്, നമ്മുടെ മാമു. അപ്പോൾ അവരങ്ങനെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് തന്ന്. ഇതാണ് നമ്മളെ ഷബാബാണ് നമ്മളെ ബില്ല് സെറ്റാക്കുക കേട്ടോ. അത് ഞാൻ വിളിച്ചു പറയുമ്പോൾ അതാകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ കൗണ്ടറിൽ ഓരോ കടകളുണ്ട്. ഹോൾസെയിൽ അല്ലേ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങനെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം കേട്ടോ. ഈ കട മാത്രമല്ല, ഇനിയും ഉണ്ട്. ഇനി അടുത്ത പർച്ചേസിങ്ങിനുള്ള അടുത്ത കടയിൽ പോകണം. ഏകദേശം നല്ല ചൂടാട്ടോ പുറത്ത്. ഒന്നും ഒരു രക്ഷയില്ല. ഒരു 40-42 ഡിഗ്രി ഇന്നും ഉണ്ട് തോന്നുന്നു. അപ്പം അങ്ങനെ അടുത്ത ഷോപ്പിലെത്തി. ഇതാണ് നമ്മുടെ നെസ്റ്റോ അല്ല, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നെസ്റ്റോൻ്റെ ഒരു ബ്രാഞ്ച് പോലുള്ള ഒരു ഷോപ്പാണ്. ഇതും കുഴപ്പമില്ല. അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ നമ്മളെ ഷോപ്പിന് പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടെ ഓഫറിന് കിട്ടും. അതുപോലെ ഓയില് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഇവിടുന്ന് ഞാൻ എടുക്കാറുള്ളത്. പിന്നെന്തായാലും അടിപൊളി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട് അടുത്ത ഷോപ്പ്, വേറെയുണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ ബില്ലൊക്കെ അടിച്ചിറങ്ങി സാധനമൊക്കെ വെച്ച് വണ്ടിയിൽ ഓയിൽ കാര്യങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അടുത്ത ലൊക്കേഷനാണ് നമ്മുടെ ഹാജി സ്പൈസസ്. അത് ഫ്ലോർ മില്ലാട്ടോ. ഇവിടെ അടുത്ത ആ ഫ്ലോർ മില്ലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെ ഫിഷ് മാർക്കറ്റ് ഉള്ളത്. ഫിഷ് പിന്നെ ഓൾറെഡി ഉണ്ട് ഷോപ്പിൽ, ഞാൻ വാങ്ങിയില്ല എന്ന്. ഹാജി സ്പൈസസിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കോമഡി. അവനാണെങ്കിൽ ഞാൻ 2-2.5 മാസം ഞാൻ നാട്ടിൽ നിന്നുകൊണ്ട് ഇവർ ഷോപ്പ് മാറി, തൊട്ട് അപ്പുറമുള്ള ഷോപ്പിലോട്ട് മാറി. സംഭവം ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇത്രയും നേരത്തെ ഇവർ അങ്ങോട്ട് മാറുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി ഞാൻ അങ്ങനെ തിരിച്ച് ഷോപ്പിലോട്ട് എത്തി. അങ്ങനെ ഇതാണ് നമ്മുടെ സൺ പ്രൊട്ടക്ടറാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂട് കുറയാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത എന്തിനേലും വണ്ടി കയറാൻ വേണ്ടി വരുമ്പം ചുട്ട് പൊള്ളുമായിരിക്കും. എന്തായാലും അങ്ങനെ കടയിലെത്തി. ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും.